ഹലോ, പറയമ്മേ. എടാ, എത്ര പ്രാവശ്യം നിന്നെ ഞാൻ വിളിക്കുന്നത്? നീ എന്താ ഫോൺ എടുക്കാത്ത? എന്താ നിന്റെ പ്രശ്നം? അമ്മേ, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ടാ ഫോൺ എടുക്കാൻ പറ്റാത്തെ. ഓ, അങ്ങനെയായിരുന്നോ? ശരി ശരി, ഞാൻ ആകെ പേടിച്ചു പോയി. ശരി, എന്താ കാര്യമേ? ഒന്നുമില്ലടാ, 2 ദിവസമായില്ലേ സംസാരിച്ചിട്ട്. നിനക്കെന്തെങ്കിലും ജോലി തിരക്കായിരിക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ നിന്നെ വിളിക്കാതിരുന്നത്. നീ ഫ്രീ ആകുമ്പോ വിളിക്കുമെന്ന് വിചാരിച്ചപ്പോ നീയും ഇത്രയും ദിവസമായിട്ടും വിളിച്ചില്ല. എന്നാ ശരി, ഞാൻ തന്നെ വിളിച്ചേക്കാന്ന് കരുതിയിട്ടാ രാവിലെ മുതലേ നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഓ, അങ്ങനെയായിരുന്നു. എനിക്ക് ഓഫീസിൽ അല്പം ജോലി തിരക്കായിരുന്നു അമ്മേ. അതുകൊണ്ടാ എനിക്ക് അമ്മയെ 2 ദിവസം വിളിക്കാൻ പറ്റാത്തെ. അമ്മ വിഷമിക്കൊന്നും വേണ്ട. സമയം കിട്ടുമ്പോൾ ഞാൻ തന്നെ അമ്മയെ വിളിച്ചോളാം. ഒരുപക്ഷെ അമ്മ എന്നെ വിളിക്കുമ്പോൾ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലേ ഞാൻ തന്നെ തിരിച്ച് വിളിച്ചോളാം. ശരി മോനെ, ഇടയ്ക്കൊന്ന് വിളിക്കണേ. ആ ശരി അമ്മേ, ഞാൻ രാത്രി വിളിക്കാവേ. ആ ശരി മോനെ. ഓക്കെ അമ്മേ, ബൈ. ആ ചേച്ചി, ആ എന്താ സാറേ, പറയൂ. നിങ്ങളാണ് ഇവിടുത്തെ സ്വീപ്പർ ജോലി ചെയ്യുന്നത് അല്ലേ? അതെ സാറേ, ഞാനാ ഇവിടുത്തെ സ്വീപ്പർ ജോലി ചെയ്യുന്നത്. അതിരിക്കട്ടെ, സാറാണോ ഇവിടുത്തെ പുതിയ താമസക്കാരൻ? അതെ ചേച്ചി. ഇതിനു മുമ്പ് എൻ്റെ ഫ്രണ്ടായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അവന് ഫോറിനിൽ ജോലി കിട്ടി. അതുകൊണ്ടാണ് എന്നെ ഇവിടെ താമസിക്കാൻ പറഞ്ഞിട്ട് അവൻ ഫോറിനിലോട്ട് പോയത്. അതായിരുന്നോ? എന്നാ ശരി. ചേച്ചി, എനിക്ക് വീട്ടു ജോലി ചെയ്യാൻ ആളെ ആവശ്യമുണ്ട്. നിങ്ങളെ കൊണ്ട് വരാൻ പറ്റുമോ? അത് പിന്നെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ. കുറച്ചു ദിവസമായി എന്റെ ഭർത്താവിന് തീരെ സുഖമില്ല. രാവിലെ ഈ ബിൽഡിംഗ് മുഴുവൻ ക്ലീൻ ചെയ്ത ശേഷം വീട്ടിലേക്ക് പോയി എന്റെ ഭർത്താവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ആണോ? ശരി, സാറില്ല ചേച്ചി. നിങ്ങൾക്ക് അറിഞ്ഞവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു പറയൂ. ആ തീർച്ചയായും, ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയാം. അതിരിക്കട്ടെ, നിങ്ങൾ ബാച്ചലർ ആണോ ഫാമിലിയാണോ? ഞാൻ ബാച്ചിലർ ചേച്ചി. അങ്ങനെയാണോ? ഫാമിലി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിക്ക് ആളെ കിട്ടുമായിരുന്നു. ബാച്ചലർ വീടാണെങ്കിൽ ജോലിക്ക് ആളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അയ്യോ, ഞാൻ വളരെ നല്ല ചെക്കനാ ചേച്ചി. ഞാൻ രാവിലെ പോയ വൈകുന്നേരം തിരിച്ചു വരൂ. എനിക്ക് വീട്ടു ജോലി ചെയ്യാൻ സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ആളെ ചോദിച്ചത്. ശരി സാറേ, ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഉടനെ പറയാം. ശരി ചേച്ചി. ഹലോ അമ്മേ, സുഖാണോ? അതെ മോനെ, നിനക്ക് സുഖാണോ? എനിക്കെന്തമ്മേ, ഒരു കുഴപ്പമില്ല. നിനക്കേ കല്യാണം കഴിക്കാനുള്ള പെണ്ണിനെ അന്വേഷിക്കാൻ പറഞ്ഞ് അടുത്തുള്ള ഒരു ബ്രോക്കറിനോട് പറഞ്ഞായിരുന്നു. അയാൾ എത്രയും പെട്ടെന്ന് നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരാന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ അല്ലേ? എന്താമ്മേ, എനിക്കിപ്പോ എന്തിനാ കല്യാണം? നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എത്ര ദിവസാന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? നീ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുക മോനെ. ഞാൻ പെണ്ണ് അന്വേഷിച്ചാ അതും വേണ്ട. നീ ഏതെങ്കിലും പെണ്ണിനെ കണ്ടുപിടിച്ച് അതിനെ കല്യാണം കഴിപ്പിച്ച് തരാന്ന് വെച്ചാ അങ്ങനെയും സംഭവിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എന്താ മോനെ ഞാൻ ചെയ്യേണ്ടത്? അമ്മേ, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ, ഞാൻ തന്നെ പറയാം. നീ എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കെ. ശരിയമ്മേ, വെറുതെ അതും ഇതും ഇരുന്ന് ആലോചിക്കാതെ ചെന്ന് കടന്നുറങ്ങാൻ നോക്കൂ. നിന്റെ കല്യാണം ഒന്ന് നടന്നു കണ്ടാലേ എനിക്ക് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ. അതുവരെ എനിക്ക് ഉറങ്ങാനേ പറ്റില്ല. അമ്മേ, ഞാൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സന്തോഷമുള്ള ഒരു വാർത്ത പറയാം. അമ്മ ഇപ്പൊ പോയി കടന്നുറങ്ങിക്കേ. ശരി, നടന്നു കണ്ടാ മതി, നമുക്ക് നോക്കാം. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ? സാറേ, വരൂ ചേച്ചി, പറയൂ. ഞാൻ ജോലിക്ക് ആളെ ചോദിച്ചിരുന്നില്ലേ? ആരെങ്കിലും കിട്ടിയോ ചേച്ചി? ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്.
എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്ക് ജോലിയൊന്നും ഇല്ലാതെ അവള് വീട്ടിലാ ഉള്ളത്. അവളോട് ചോദിച്ചപ്പോ അവള് സമ്മതിച്ചിട്ടുണ്ട്. ആണോ? ശരി ചേച്ചി. അവര് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കില്ലേ? ആ കുട്ടിക്ക് പാചകമൊക്കെ നന്നായി അറിയാം. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. സാറൊന്ന് നേരിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നു മുതൽക്കാ വരേണ്ടതെന്ന് അറിയാമായിരുന്നു. അയ്യോ ഇപ്പൊ വേണ്ട. എനിക്ക് ഓൾറെഡി ഓഫീസിലേക്ക് സമയമായി. നാളെ രാവിലെ അവരെ ഇവിടേക്ക് നേരത്തെ വിളിച്ചോണ്ട് വരും. അവരോട് നമുക്ക് അപ്പം സംസാരിക്കാം. അങ്ങനെയാണോ? എന്നാ ശരി സാറേ, ഞാൻ നാളെ രാവിലെ നേരത്തെ കൂട്ടിക്കൊണ്ടുവരാം. ശരി ചേച്ചി. ഉം. സാറിന് ഓഫീസിലേക്കുള്ള സമയമായി. വേഗം വാ, സംസാരിക്കാം. ആ നിങ്ങളായിരുന്നോ? പറയൂ. ഞാൻ വീട്ടുജോലിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, അത് ഇവളാണ്. ആണോ ചേച്ചി? ശരി, അതോട്ട് വരൂ. സാരമില്ല സാറേ, ഇവിടെ നിന്നോളാം. ഇവളുടെ പേര് കീർത്തന എന്നാ. വളരെ നല്ല കുട്ടിയാ. സാർ ഇവൾക്കൊരു ജോലി നൽകിയിട്ടുണ്ടെങ്കിൽ വീട് നന്നായി നോക്കിക്കോളൂ. എന്നാ ശരി. അവർക്ക് ഓക്കെ ആണെങ്കിൽ ഇന്നലെ ജോലിയിൽ ജോയിൻ ചെയ്യോ? ഇന്ന് വേണ്ട സാറേ, നാളെ നല്ല ദിവസമാണ്. നാളെ മുതൽക്ക് ജോലിക്ക് കയറിക്കോട്ടെ. എന്താ, ശരിയല്ലേ? ശരി ചേച്ചി. നാളെ തന്നെ ഒന്ന് ജോലിക്ക് ചേരാൻ പറയൂ. അതിരിക്കട്ടെ, ഇവര് ശമ്പളം എത്രയാണ്? സാർ എന്താ തരാൻ ഉദ്ദേശിക്കുന്നത് അതാദ്യം പറയൂ. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ചേച്ചി. നിങ്ങൾക്ക് എത്ര വേണം പറയൂ ചേച്ചി. ഞാൻ വീട്ടുജോലിക്കായിട്ട് ആദ്യമായിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. അതുകൊണ്ട് പുറത്തൊക്കെ എങ്ങനെയാ ശമ്പളം വാങ്ങിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എത്ര തരാൻ പറ്റുമോ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ആണോ? അങ്ങനെയാണെങ്കിൽ ശരി. നിങ്ങളെ കൊണ്ട് എത്ര നേരം ജോലി ചെയ്യാൻ പറ്റും അതാദ്യം പറയൂ. ദിവസവും രാവിലെ എപ്പോഴാ ജോലിക്ക് വരേണ്ടതെന്ന് പറയൂ. അത് വെച്ചേ എനിക്ക് സമയം പറയാൻ പറ്റൂ. നിങ്ങൾ ദിവസം രാവിലെ 7 മണിക്ക് വന്ന് വീട്ടു ജോലി ചെയ്തിട്ട് പോയിക്കണം. അതിരിക്കട്ടെ, നിങ്ങളുടെ വീട് ഏത് ഭാഗത്തുള്ളത്? എന്റെ വീട് ഇവിടെ വളരെ അടുത്താണ് സാർ. 5 മിനിറ്റിൽ ഇവിടെ എത്താൻ പറ്റും. അങ്ങനെയാണോ? വളരെ നല്ലത്. അങ്ങനെയാണെങ്കിൽ രാവിലെ എനിക്ക് ടിഫനും രാത്രി ഡിന്നറും എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഉച്ചയ്ക്ക് ഞാൻ ഓഫീസിൽ തന്നെ കഴിക്കും. അതുകൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു മാസം 12,000 തരുമോ? ആ തരാം. നിങ്ങൾ നാളെ തൊട്ട് ജോലിക്ക് വന്നേക്കോ. ഇത് നോക്ക് കീർത്തനെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സാറിനോട് ചോദിച്ചോ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. നാളെ മുതൽ ഞാൻ ജോലിക്ക് വന്നേക്കാം. നമസ്കാരം സാർ. നിങ്ങളാണോ? വരൂ, അതോട് വരൂ. സാർ, ഇതാ പേപ്പർ. താങ്ക് യു. ഞാൻ അകത്ത് പോയി ചായ ഇട്ടെടുത്തോണ്ട് വരാം. ആ ശരി.